കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് മീൻസ് യു മേ ഹാവ് ദി ബോഡി, അതായത് ബോഡി ഏറ്റെടുക്കൽ എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിന് അർത്ഥം എന്ന് പറയുന്നത്. യു മേ ഹാവ് ദി ബോഡി, അതായത് ബോഡി ഏറ്റെടുക്കൽ എന്നാണ് ഹേബിയസ് കോർപ്പസിന് അറിയപ്പെടുന്നത്. അതായത് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് നിയമവിധേയമല്ലാത്ത രീതിയിൽ ഒരാളെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാൾ, അയാളെ നമുക്ക് മോചിപ്പിച്ച് കിട്ടണം. അതിനുവേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു സംരക്ഷണാർത്ഥം കോടതി പുറപ്പെടുവിക്കുന്ന ഒന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ഏറ്റെടുക്കൽ, ബോഡി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന രീതിയിലാണ് ഹേബിയസ് കോർപ്പസ് വരുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് ഓർക്കാൻ പറ്റുന്നത് ജയ് ഭീം എന്ന് പറയുന്നൊരു തമിഴ് ഫിലിമുണ്ട്. അതായത് ആരാണ്, സൂര്യ നായകനായിട്ടുള്ള ജയ് ഭീം എന്ന് പറയുന്ന ഒരു ഫിലിമുണ്ട്. അപ്പോൾ അതിനകത്ത് ആക്ച്വലി ഹേബിയസ് കോർപ്പസിനെ പറ്റി മാത്രമാണ് ആ ഫിലിം കൊണ്ടുപോകുന്നത്. ആ ത്രിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. അപ്പോൾ അതായത് അതിനകത്ത് ഒരു വ്യക്തിയെ ഇതുപോലെ കോടതി പിടിച്ചുകൊണ്ട് പോകുന്നു, ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിച്ച് വേറെ ഒരു FIR എഴുതാതെ പിടിച്ചുകൊണ്ട് പോകുന്നു. പിന്നീട് ആൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, അയാളെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കുക, അയാളുടെ ശരീരം കണ്ടുകിട്ടുക എന്നുള്ള ആവശ്യത്തിന് വേണ്ടി അവർ എന്ത് ഫയൽ ചെയ്യുന്നുണ്ട്, ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നുണ്ട്. പിന്നീട് അതുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ആ ഫിലിം കടന്നു പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് അയാൾക്ക് എന്ത് പറ്റി എന്നുള്ളത് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അയാളുടെ ശരീരം കണ്ടുകെട്ടുക എന്നതോടൊപ്പം അയാൾക്ക് എന്ത് പറ്റി എന്നത് കൂടി